സോ മച്ച്. ഇനി സമയത്ത് വിളിക്കാം കേട്ടോ. ഓക്കെ. സോ ആർ യു റെഡി? ഒന്നുകൂടെ, ആർ യു റെഡി? പറയാം അച്ഛന്മാരെ, ആർ യു റെഡി ചോദിക്കുമ്പോൾ ഇങ്ങനെ റെഡിയല്ലേ? ആർ യു റെഡി? നിങ്ങളെല്ലാവരും എൻ്റെ കണ്ണിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാവരും പുറകിലിരിക്കുന്ന മാതാവ് പോലെ എൻ്റെ കണ്ണിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മാതാവാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. ഓക്കെ, റെഡി? 1 2 3. Are you ready? Are you ready? Are you ready? ഓക്കെ. നമ്മുടെ എല്ലാം രാജാവ് യേശുവാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണവും യേശുവാണ്. യേശു എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കത്തില്ല, നിങ്ങളോട് ഇങ്ങനെ പറയത്തില്ല, നിങ്ങൾക്ക് നല്ല നല്ല കുറച്ച് പണികൾ തരാൻ പറ്റത്തില്ല, ഇങ്ങനെ പാടാൻ എനിക്ക് പറ്റത്തില്ല. ഇതെല്ലാം യേശു എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. കാരണം ഈ ലോകത്തിൽ ഒരുപാട് സ്നേഹങ്ങളുണ്ടല്ലേ. അപ്പന് മക്കളോടുള്ള, അമ്മയ്ക്ക് മക്കളോടുള്ള, അതുപോലെ തന്നെ സിബ്ലിങ്സിനോടുള്ള സ്നേഹം, ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ആരുടെ സ്നേഹമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ല, നമ്മളൊന്ന് ലോകപരമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം അല്ലേ. പക്ഷേ നമ്മൾ ഈ വാർത്തകളൊക്കെ നമ്മൾ എന്തുവാ കാണുന്നത്? അമ്മ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചു, അബോർഷൻ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഭയങ്കര എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്ന ഓരോരോ ന്യൂസുകൾ കാണുന്നുണ്ടല്ലേ. അപ്പം ഞാൻ നിങ്ങളെ വചനമായിട്ടൊന്ന് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബൈബിളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരമ്മ കുഞ്ഞിനെ മറക്കും. താൻ പ്രസവിച്ച മകനോട് കരുണ. അവിടെ എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പക്ഷേ അടുത്ത പറയുന്നുണ്ട്, അവർ മറന്നു കളഞ്ഞാലും ഞാനല്ല, ദൈവം മറക്കത്തില്ല. അവിടെ ക്വസ്റ്റ്യൻ മാർക്കല്ല, എന്താ ഉള്ളത്? ഫുൾ സ്റ്റോപ്പ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് തരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കൈ ഒന്ന് എല്ലാവരും നിർത്തി, ഈ കൈ ഒന്ന് എല്ലാവരും നിർത്തി. ഈ കൈ ഈ വര കണ്ടോ? ഈ വര ഇത് മോനെ, ഇത് മറ്റേ എറേസർ കൊണ്ട് മായ്ച്ചത് മാഞ്ഞു പോവും? ഇല്ല. ഇതെന്ത് ചെയ്താലും ഈ ഒരു വര മാറത്തില്ല. അത് പോകണമെങ്കിൽ ഈ ഒരു കൈപ്പത്തി നഷ്ടമാണ്. ഇതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കാരണം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. കർത്താവ് നമ്മെ മറന്നു കളയാത്തൊരു വലിയ സ്നേഹമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കും, മറ്റുള്ളവരെ നമ്മളെ പരിഗണിക്കാൻ ആഗ്രഹിക്കും. യേശു പക്ഷെ നമ്മളെ പരിഗണിച്ചാൽ ഈ ലോകത്തിൽ ആര് നമ്മളെ തള്ളിക്കളഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം യേശു നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുള്ളൂ. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വർഷിപ്പ് സെഷൻ നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഒരപ്പനും മകനെ ഇങ്ങനെ നടന്നു പോകണേ. അപ്പോഴത്തേക്കിനും ഈ കുഞ്ഞിങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോഴത്തേക്കിനും എടാ കൊച്ചാ കൂടെ ശ്രദ്ധിക്കണം, പേരെന്താ? മനോജോ? ഇവനാണോ? ഓക്കെ. ഇവാനെ പോലുള്ള ഒരു കുഞ്ഞു കൊച്ച് പപ്പയുടെ കൈയൊക്കെ പിടിച്ച്, ഇവന്റെ പപ്പ എന്ത് ചെയ്യും? പപ്പ പാസ്റ്ററാണോ? എന്ത് ചെയ്യും? ഓക്കെ, ഇവാന്റെ പപ്പ ഇത് ഇവാനെ ഒന്ന് നോക്കിക്കോണേ. ഇവാന്റെ പപ്പയും നമ്മുടെ ഇവാനും കൂടെ ഇങ്ങനെ ഇങ്ങനെ പോവാ. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. ഇവാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഇവാൻ എന്ത് കണ്ടു? ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവാന്റെ പപ്പയോട് ചോദിച്ചു, പപ്പ ഇതെന്താണ് ഇത്രയും ചെറുതാണോ ഈ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത്? ഇത്രയും ചെറുതാണോ? അപ്പൊ ഇവാന്റെ പപ്പ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, മിണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവാൻ ചോദിച്ചു, മനുഷ്യനെന്നെ ജാടയാണ്, ഒരു കാര്യം ചോദിച്ചിട്ട് പറയുക. ഒരു ദിവസം ഇവാന് ഒരു അവധിയൊക്കെ കിട്ടി. ഒരു ശനിയാഴ്ച
ഇവിടെ അടുത്താണോ ട്രിവാൻഡ്രം എയർപോർട്ട്? അല്ലേ? കുറച്ച് ദൂരം ഉണ്ടല്ലേ, കുറച്ച് ദൂരം. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ദൂരം അറിയാമോ? നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. എന്നാൽ എത്രയൊക്കെ എന്നാ പാടാന്ന് അറിയാമോ? അപ്പോഴത്തേക്കിലും ഈ എയർപോർട്ടിലേക്ക് ഇവനെ കൊണ്ടുവരും. പെട്ടെന്ന് അവിടുത്തെ ഗാലറിയിലേക്ക്, ഫ്ലൈറ്റ് കാണാൻ പറ്റുന്ന ഗാലറിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഇവാനെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ പപ്പ ഇതെന്നാ വലുതാ ഈ ഫ്ലൈറ്റ്, ഈ ഒരു എയർപ്ലെയിൻ എന്താ വലുതാ. അപ്പൊ ഈ പപ്പ പറഞ്ഞു, കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയാം, നമ്മൾ എത്രത്തോളം ഈ ഫ്ലൈറ്റിനോട് അടുത്ത് വരുന്നോ അത്രത്തോളം എന്ന് പറഞ്ഞേ വലുതായിട്ട് എന്ത് തോന്നും? ഫ്ലൈറ്റ് തോന്നും. നമ്മൾ എത്രത്തോളം ദൂരത്തായിരിക്കുന്നോ അത്രത്തോളം ചെറുതായിട്ട് ഈ ഫ്ലൈറ്റ് തോന്നും. ഇനി ഞാൻ കർത്താവിന്റെ സ്നേഹമായിട്ട് ബന്ധിപ്പിക്കാം. നമ്മൾ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എത്രത്തോളം അകന്നു മാറിയിരിക്കുന്നോ ഇത്രേ ഉള്ളൂ യേശുവിന്റെ സ്നേഹം എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മളൊന്ന് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം അറിയത്തുള്ളൂ യേശുവിന്റെ സ്നേഹം ഇത്രയും വലുതായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? അടുക്കണം. അതെ, അതുകൊണ്ടാണ് പറയുന്നത്, പണ്ടുകാരൻ പറഞ്ഞത്. മാത്യു ടി ജോൺ അച്ഛൻ അറിയാവോ? അറിയാം അല്ലേ? അറിയാം. അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നത്, എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. ഈ ഒരു പാട്ട് അറിയാവോ നിങ്ങൾക്ക് എല്ലാവരും? ഈ പാട്ട് അറിയാമോ? ഒന്ന് പാടിക്കുക. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, എന്നെ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ, എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ആ കണ്ണുകളെല്ലാം നടച്ച കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തിലേക്ക് അടുക്കുവാൻ, യേശുവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം, അതിന്റെ ആഴം, ഉയരവും നീളവും വീതിയും കുഞ്ഞുങ്ങൾ തിരിച്ചറിയാൻ കർത്താവ് സഹായിക്കണം. യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ സഹായിക്കണം. ഈ ക്യാമ്പ് അതിനൊരു അവസരമായി തീരുവാൻ സഹായിക്കണം. കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് പറഞ്ഞേ, റെഡി 1 2 3 ഗോ. അറിയോ? റെഡി 1 2 3 ഗോ. നമുക്ക് പിന്നെ ഈ കണ്ണുകളടയ്ക്കാം. സ്റ്റേജിലേക്ക് വരാം. അവർക്കായിട്ട് ക്രമീകരിച്ച സ്ഥലങ്ങളുണ്ട്. ദയവായിട്ട് ഈ CA ക്യാമ്പിൽ കടന്നു വന്ന കുഞ്ഞുങ്ങളൊക്കെ, യൗവനക്കാരൊക്കെ കഴിയുന്നതും മുൻപോട്ട് വന്ന് കയറിയിരിക്കുക. പുറത്തുനിന്ന് ഇനിയും സഹോദരന്മാരൊക്കെ വരാനുണ്ട്. പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്നവർ ആ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിരിക്കാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമുക്ക് പിന്നെ ഈ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ നടക്കുന്ന ഈ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരാൻ, ഇപ്രാവശ്യത്തെ CA ക്യാമ്പായി നാം കൂടി വന്നു. ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരാൻ ഇത് രാവിലെ പ്രിയ ഗായക സംഘത്തെ ദൈവം അനുഗ്രഹിച്ചല്ലോ. നമുക്ക് അല്പസമയങ്ങൾ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. ഈ പ്രാർത്ഥന, ഈ CA ക്യാമ്പ് വന്നു ചേർന്നവർക്ക്, കുടുംബങ്ങൾക്കൊക്കെ അനുഗ്രഹമായി തീരാൻ, യുവജനങ്ങൾക്ക് അനുഗ്രഹമായി തീരാം. എല്ലാവരും ചേർന്ന് വായുകളെ തുറന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ നടുവിൽ ദൈവം പകരേണ്ടതിനായി ആത്മാർത്ഥമായിട്ട് ഇത് രാവിലെ നമുക്ക് കർത്താവിന് കൊടുക്കുവാൻ കഴിയുന്ന ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ആരോഗ്യത്തോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നു. പലരും ഇത് രാവിലെ ആശുപത്രിയിലും വിവിധയിടങ്ങളിൽ വിവിധ പ്രതിസന്ധികളിൽ വിവിധ അപകടങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, നിരാശയുടെ വാക്കുകളിലായിരിക്കുമ്പോൾ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഈ ക്യാമ്പിൽ നിന്ന് പ്രഭാതത്തിൽ നമ്മെ തട്ടി ഉണർത്തി ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. അനേകം രാത്രി കിടന്നുറങ്ങി, ചിലർക്കൊന്നും പ്രഭാതത്തിൽ ഉണരാൻ കഴിഞ്ഞില്ല. അവരുടെ അവസാനത്തെ രാത്രി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം നമുക്ക് ഇന്ന് പകലിൽ ഒരു ദിവസം കൂടെ ദാനമായി തന്നു. കരങ്ങൾക്ക് ആരോഗ്യമുള്ളവർ ശക്തിയോടെ, നാവുകളെ ചലിപ്പിക്കാൻ കഴിവുള്ളവർ നാവുകളെ ചലിപ്പിച്ച് വായുകളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം
ഈ ക്യാമ്പിന്റെ സമാപന മിനിറ്റുകളിൽ വരെ നിറഞ്ഞു നിൽക്കേണ്ടതിന് ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരാൻ ദൈവദാസന്മാരെ ദൈവശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗം തുറക്കുന്ന താക്കോലാകുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു ആത്മീയന്റെ ആത്മവായുവായ പ്രാർത്ഥന. ഇതുപോലെ ആത്മശക്തിയോടെ ആത്മീയ ചലനങ്ങളുള്ളവരായി എഴുന്നേൽക്കുവാൻ കഴിഞ്ഞുപോയ നാളുകളേക്കാൾ ഉപരിയായി ഒരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിന് ഉടമകളായി തീരാൻ വന്നതുപോലെ ആരും ഇറങ്ങിപ്പോകാതെ ഒരു ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധി മേഖലകളിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ദൈവമായിരിക്കാൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ വിടുതലുകളെ ദൈവം അയക്കാൻ അനുഗ്രഹമായ ഒരു സിയെ കമ്മിറ്റിയെ ദൈവം നൽകിയല്ലോ. അവരിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ദൈവം അനുഗ്രഹിപ്പാൻ, സെക്ഷന്റെ പ്രവർത്തനങ്ങൾ, പ്രാദേശിക സഭകൾ, ഇന്ന് രാവിലെ വന്നു ചേർന്ന യുവജനങ്ങൾ എല്ലാം അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഇത് രാവിലെ നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾ വഹിച്ചുകൊണ്ട് പ്രിയ ദൈവദാസന്മാർ പ്രാർത്ഥിക്കും. പ്രിയ ദേവദാസൻ പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് പ്രിയ രാജേന്ദ്രൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് പ്രിയ സോമശേഖരൻ പാസ്റ്റർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഇന്ന് പകൽക്കാലം